അപ്പം ഇന്ന് ഞാൻ പുതിയൊരു എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാണ്. എല്ലാവരും കേൾക്കുക, എൻജോയ് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ഗോ ഇൻ ദ സ്റ്റോറി. എനിക്ക് ഡോക്ടർ ആവണമെന്നാണ് വലിയ ആഗ്രഹം. അങ്ങനെ +2 ഒക്കെ കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ടൈമാണ് സംഭവങ്ങൾ. ഉള്ള എല്ലാ ആപ്പും ഞാൻ എടുത്ത് ചുമ്മാ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ കളിച്ചിരിക്കും. കാരണം എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പൂജ നടക്കുന്നത്. അങ്ങനെ ഞാനും എൻ്റെ ഫാമിലിയും അങ്ങോട്ടേക്ക് പോയി. പൂജയൊക്കെ കഴിഞ്ഞ് തളർന്ന് ചേച്ചിയുടെ വീട്ടിൽ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ കസിൻസ് എല്ലാം കൂടി ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ചേച്ചി എന്നോട് പറയുന്നത്, മാളു, ഒരു കിടിലം ആപ്പൊക്കെ ഉണ്ട്, നമുക്ക് വീഡിയോ ഒക്കെ കാണാം, സേവ് ചെയ്യാം, പോസ്റ്റ് വായിക്കാം, പിന്നെ ഇപ്പോൾ ഒരു പുതിയ സിസ്റ്റം കൂടി ഉണ്ട്, നമുക്ക് ചാറ്റും ഒക്കെ ചെയ്യാമെന്ന്. ഫസ്റ്റ് ഞാൻ ചിരിച്ച് തള്ളി മാറ്റിയെങ്കിലും പിന്നെ ആലോചിച്ചു ചാറ്റ് ചെയ്യാമല്ലോ. അങ്ങനെ കാരണം ഞാൻ വീട്ടിലൊറ്റയ്ക്കാണ്. അങ്ങനെ ഞാനത് ഡൗൺലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പറയാൻ വിട്ടുപോയി, എൻ്റെ അമ്മയ്ക്കും പപ്പയ്ക്കും ജോബുണ്ട്. സോ അവർ രാവിലെ പോകും. പിന്നെ അനിയത്തി ഉള്ളതാണെങ്കിൽ അവർക്ക് ക്ലാസ്സും ഉണ്ട്. അങ്ങനെ രാവിലെ മുതൽ ഞാൻ പോസ്റ്റ്. ആ ടൈമിൽ നമ്മുടെ ടിക്ടോക്ക് ഉണ്ടായിരുന്നു. അതിൽ റിഷാദ് NK, റിഷാദിനെ എനിക്കറിയാം കേട്ടോ. ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് ഇട്ടിട്ട് ഒരു കോമ്പലൊക്കെ ഉണ്ട്. എനിക്ക് നല്ല ചിരിയാട്ടോ പുള്ളിയുടെ. റിഷാദിനെ എനിക്കറിയാം. ഭയങ്കര ഇഷ്ടമായിരുന്നു. മീൻസ് എക്സ്പ്രഷനൊക്കെ. എനിക്കപ്പോൾ ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ, പുള്ളിക്കാരൻ്റെ നേരിട്ട് കാണണം. വല്ലാത്ത മോഹങ്ങളെ എന്ത് ചെയ്യാനാ. അങ്ങനെ ഞാൻ ചേച്ചി പറഞ്ഞ പോലെ വീഡിയോസ് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ആപ്പ് എടുത്തു. അത് ഷെയർ ചാറ്റാണ് ആപ്പ്. അന്നൊക്കെ അത് കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷെയർ ചാറ്റ് കൊള്ളില്ല എന്നൊക്കെ അഭിപ്രായം എൻ്റെ അല്ല കേട്ടോ, പൊതുവെയുള്ള അഭിപ്രായമാണ്. അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് പോയി കോഴികളൊക്കെ മെസ്സേജ് അയക്കും. ബട്ട് നമ്മൾ മൈൻഡ് ചെയ്യില്ലല്ലോ. അങ്ങനെ ഇരിക്കെ എനിക്കൊരു റിഷാദ് എന്ന അക്കൗണ്ടിൽ നിന്ന് ഹായ് വന്നു. ഞാൻ എടുത്തിട്ട് ആരാന്ന് ചോദിച്ചു. ബട്ട് എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു, അത് റിഷാദ് NK അല്ല. അങ്ങനെ ഹായ് അയച്ചു. ഞങ്ങൾ ചാറ്റ് ചെയ്തു. എന്തോ അയാൾ റോങ് അല്ല, ടോക്കൊക്കെ നോർമലായി തോന്നി. എനിക്ക് വീട്ടിലും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനും എൻ്റെ കാര്യങ്ങളൊക്കെ റിഷാദിനോട് പറയാൻ തുടങ്ങി. പുള്ളിക്കാരനും അതേപോലെ. പിന്നെ നല്ല ഫ്രണ്ട്സായി. ഞങ്ങൾ മെസ്സേജ് അയക്കുമെന്ന്. വൺ ഡേ അവൻ എന്നോട് അവൻ്റെ ബ്രേക്കപ്പിൻ്റെ കഥ പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞതും നമുക്ക് സോഷ്യൽ മീഡിയ ഉള്ള ഒരാളിനെ പറ്റി വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ 1 മന്ത് നല്ല കൂട്ടായിപ്പോയി. വൺ ഡേ അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ. ഞാൻ ചോദിച്ചു സീരിയസ് ആണോന്ന്. അവൻ പറഞ്ഞു ആന്ന്. ബട്ട് തിരിച്ച് ഞാനും എസ് പറഞ്ഞപ്പോഴേക്കും എനിക്ക് ശരിക്കും ഒരു കളി മൈൻഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ മെയ് 2017 റിലേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓ മൈ ഗോഡ്, മെയ് 2017. അപ്പോൾ ഒരുപാട് വർഷമായില്ലേ ഇത് കഴിഞ്ഞിട്ട്. അത് ഇപ്പോഴും ഞാനൊരു കാര്യം പറഞ്ഞില്ല, പുള്ളിക്കാരൻ്റെ വീട് കാലിക്കട്ടും ഞാൻ ട്രിവാൻഡ്രമാണ്. ഞാനും ട്രിവാൻഡ്രമാണ്. കൊള്ളാലോ. ഓക്കെ, എവിടെയാണ് പറഞ്ഞു നിർത്തി? അങ്ങനെ സംസാരം, പിന്നെ കോളായി, വീഡിയോ കോളായി. കുറച്ച് ഡേയ്സ് കഴിഞ്ഞപ്പോൾ റിപ്പീറ്റ് ചെയ്യാനുള്ള ഡേറ്റ് വന്നു. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഫോണൊന്നും അലൗഡേ അല്ല. അങ്ങനെ ഞാൻ റിഷാദിനോട് പറഞ്ഞു, ഞാൻ പോവാ, ഡേറ്റൊക്കെ വന്നു. അങ്ങനെ പോകാനുള്ള ഡേ വന്നു. ഉച്ചയ്ക്കാണ് ഞാൻ പോകുന്നത്. എന്തോ റിഷാദിനെ വിട്ട് പോകുമ്പോൾ ഒരു സങ്കടം പോലെ. അപ്പോഴേക്കും എനിക്ക് പുള്ളിക്കാരനെ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ ഫോണ് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഭാവം ഭയങ്കര കരച്ചിലായിരുന്നു. എന്തോ കേട്ടപ്പോൾ എനിക്ക് എന്നെ കണ്ണു നിറഞ്ഞുപോയി. കാരണം ഇനി 1 ഇയർ കഴിഞ്ഞേ സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ 1 ഇയർ ഫുൾ ഹോസ്റ്റലിലായിരുന്നു, നോ കോണ്ടാക്ട്. 1 ഇയർ കഴിഞ്ഞ് എക്സാം എഴുതിയിട്ട് ഞാൻ റിഷാദിനെ വിളിച്ചു, സംസാരിച്ചു. സത്യം പറയാലോ, ഒരുപാട് നാൾക്ക് ശേഷം സംസാരിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി, സങ്കടവും വന്നു. ആ മൊമെന്റ് ഞാൻ മനസ്സിലാക്കി, എനിക്ക് റിഷാദിനെ ഭയങ്കര ഇഷ്ടമാണ്, അവനില്ലാതെ എനിക്ക് പറ്റില്ല. അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് ഫ്രണ്ടിൻ്റെ കൂടെ ഇറങ്ങി ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നല്ല പേടിയായിരുന്നു. ആരാ വരുന്നേ, ഇനി പറ്റിക്കാനായിരിക്കുമോ, വരില്ലേ എന്നൊക്കെ ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. റിഷാദ് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ്, ഫുൾ ഡാർക്കായി. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു. എനിക്ക് അപ്പോൾ ഒരു കോൾ വന്നു, നീ എവിടെയാ, ഞാൻ എവിടെ വന്നു എന്ന്. സത്യം പറഞ്ഞല്ലോ, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പേടിച്ച് വിറച്ച് ഞാൻ വല്ലാണ്ടായിപ്പോയി. അങ്ങനെ ഞാൻ മുൻപോട്ട് നടന്നു. അപ്പോൾ അതാ വരുന്നു റിഷാദ്. എന്നെ കണ്ടപ്പോൾ എന്തോ സ്പീഡിന് നടന്നു.
എന്തോ അപ്പം ഞാൻ കൂടെ നടന്നിട്ട് ചോദിച്ചു, റിഷാദ് നിങ്ങൾ ഭയങ്കര സ്പീഡിലാണല്ലോ നടക്കുന്നത്, എന്താന്ന്? അപ്പോൾ പറയാ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ബീച്ചൊക്കെ പോയി കുറേ നേരം സംസാരിച്ചിരുന്നു. എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നു, കൊലുസ്, പിന്നെ കാലിക്കറ്റ് സ്പെഷ്യൽ അലുവ ഒക്കെ. അങ്ങനെ ഞാനൊരു ഉച്ചയായപ്പോൾ വീട്ടിൽ പോയി. ശരിക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഡേ ആയിരുന്നു. April 21st, 2018. അന്നൊരു ഈസ്റ്റർ ആയിരുന്നു. എല്ലാം ഹാപ്പിയായി നടന്നു. പിന്നെയായിരുന്നു ആ സംഭവം. വീട്ടിൽ പിടിച്ചു, അടിയായി, നിഷാദിനെ വിളിച്ചു, വഴക്ക് പറഞ്ഞു എൻ്റെ അമ്മ. പിന്നെ കുറേ മന്ത്സ് നോ കോണ്ടാക്റ്റ് ആയി വീണ്ടും. അങ്ങനെ ഞാൻ വീട്ടിൽ വെറുതെ നിൽക്കുന്ന ടൈം എന്തായാലും അലോട്ട്മെന്റ് വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് TTCക്ക് പോയി. അവിടെ വെച്ച് വിളിക്കാനൊരു അവസരം കിട്ടി. കുറച്ചു നേരം സംസാരിച്ചു. അങ്ങനെ ഇനി കാണാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ലൈഫ് കളറാക്കിക്കൊണ്ട് ഗോഡ് ഒരു സർപ്രൈസ് ഇരുന്നത്. എന്താ അറിയോ, എനിക്ക് BDSന് കാലിക്കറ്റ് തന്നെ അഡ്മിഷൻ കിട്ടി. പിന്നെ അവിടെ പോയി അവനെ കണ്ടു, സംസാരിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്നാലും ഹാപ്പി ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രോബ്ലം ഉണ്ട്. പുള്ളിക്കാരൻ മുസ്ലിമാണ്, ഞാൻ ഹിന്ദു. അപ്പം കുറച്ച് നല്ല കോംപ്ലിക്കേഷൻ ആണ്. വീട്ടിൽ റിഷാദ് ചേച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ ഒന്നും ഒരിക്കലും നടത്തി തരില്ല എന്ന് പറഞ്ഞു. അതൊന്നും നമ്മൾ മൈൻഡ് ആക്കിയില്ല. വരുന്നത് വെച്ച് കാണാം, വരുന്നിടത്ത് വെച്ച് കാണാം എന്നായി. ഞങ്ങൾ വീണ്ടും സ്നേഹിച്ചു. 2 months കഴിഞ്ഞപ്പോൾ റിഷാദ് ഗൾഫിൽ പോയി. ഞാൻ ഒറ്റയ്ക്കായതുപോലെ തോന്നി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. 1 year കഴിഞ്ഞപ്പോൾ അവൻ നാട്ടിലേക്ക് വന്നു. അപ്പോൾ കൊറോണ ടൈമിൻ്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു. ഞാൻ അതുകൊണ്ട് വീട്ടിലായിരുന്നു. എനിക്ക് വീട്ടിലായിരുന്നു സംസാരിക്കാൻ പറ്റില്ല അവനോട്. കുറച്ച് ഡേയ്സ് കഴിഞ്ഞപ്പോൾ മെസ്സേജ് ഒന്നുമില്ല, കോളില്ല, എനിക്കെന്താ അറിയില്ലായിരുന്നു. ബട്ട് എവിടെയൊക്കെ ഞാൻ റിഷാദിനെ അവോയ്ഡ് ആക്കിയോ എന്ന തോന്നലുണ്ടായിരുന്നു. അങ്ങനെ ആ കോണ്ടാക്ട് 9 months വരെ എത്തി. ശരിക്കും ഞാൻ ഡിപ്രഷനിലായി വല്ലാതെ. പെട്ടെന്നായിരുന്നു ആ ഒരു സർപ്രൈസ് കോൾ. എന്നെ മറന്നോന്ന് ചോദിച്ചു. ശരിക്കും ദേഷ്യവും കരച്ചിലും ഒക്കെ വന്നു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. കോണ്ടാക്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം ചോദിച്ചപ്പോൾ പറയാം ഞാൻ അവോയ്ഡ് ആക്കിയെന്ന്. കുട്ടി ചോദിച്ചപ്പോൾ പറയുക കുട്ടി പുള്ളിക്കാരനെ അവോയ്ഡ് ആക്കിയെന്ന്. എന്താ അല്ലേ, അങ്ങനെ ഫുള്ള് പറഞ്ഞാൽ നമുക്ക് റിലേഷൻ നടക്കുമോ ചോദിച്ചാൽ അറിയില്ല, ഉറപ്പില്ല. ദൈവം കൈവിടില്ല എന്ന് മനസ്സ് പറയുന്നുണ്ട്. ഞാൻ ബ്രേക്കപ്പ് ആക്കില്ല എന്തായാലും. വരുന്നിടത്ത് വെച്ച് കാണാം, അത്രേ ഉള്ളൂ. എപ്പോഴും കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. എന്നാലും ഓരോന്ന് ആലോചിക്കുമ്പോൾ സാഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കഥ. ഈ കഥയിൽ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഇനി എന്താകുമെന്ന് അറിയാൻ ആകാംക്ഷയുണ്ട്. കാരണം എൻഡിങ് എന്താവുമെന്ന് അറിയത്തില്ലല്ലോ നമുക്ക്. ഇപ്പോൾ അവരുടെ ലവ് ഹാപ്പി ആയിട്ട് പോവുകയാണ്. പക്ഷേ ഇനി അങ്ങോട്ട് എന്തായിരിക്കും, ഫൈനലി അവർ എന്താകും, ഈ ഒരു സ്റ്റോറിയുടെ എൻഡിങ്, അത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ കുട്ടി തന്നെ നമുക്ക് അയച്ചു തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് അവർ മാരേജ് ചെയ്തോ അതോ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം എല്ലാം സ്റ്റോപ്പ് ചെയ്തോ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനി ഫ്യൂച്ചർ ഇത് കഴിഞ്ഞതിന് ശേഷം, നടന്നതിന് ശേഷം നമുക്ക് ഈ സ്റ്റോറി വീണ്ടും അയക്കണം പാർട്ട് 2 ആയിട്ട് എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ.